വിശദമായ വാർത്തയിലേക്ക്. മണിപ്പൂരിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം മണിപ്പൂർ ജനതയുടെ ദുഃഖത്തിൽ പങ്കുചേരാനാണ് തന്റെ സന്ദർശനമെന്നും സമാധാനം തിരികെ കൊണ്ടുവരാൻ ആകുന്നത് ചെയ്യുമെന്നും രാഹുൽ പറഞ്ഞു. സംസ്ഥാനത്തുണ്ടായത് അതീവ ദുഃഖകരമായ സംഭവങ്ങളാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. I came here because I wanted to share the pain of the people of Manipur. It is a horrible tragedy that has taken place, very extremely sad and painful for all the people of Manipur and all the people of India as well. I went to the camps, met people from all communities. One of the things I would say to the government is that the basic amenities in the camps, they need to be improved. Food needs to be improved. Medicines need to be supplied. That complaint has come from the camps. And I would appeal to everybody in Manipur that we need peace. Peace is the most important thing. And my strong appeal to everybody that violence will not get anything for anybody. Peace is the way forward, and everybody should now talk about peace and start moving towards peace. Thank you. Please don't interrupt me. I'm here to help in any way I can to bring peace to the state. ഗവർണർ അനസൂയ ഉയ്ക്കയുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. രാവിലെ ഹെലികോപ്റ്റർ മാർഗം മൊയ്റാങ്ങിലെത്തിയ രാഹുൽ ഗാന്ധി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി. ഇന്നും റോഡ് മാർഗം സംഘർഷ മേഖലകൾ സന്ദർശിക്കാൻ രാഹുലിനെ മണിപ്പൂർ പോലീസ് അനുമതി നൽകിയിരുന്നില്ല. അതേസമയം സംസ്ഥാനത്ത് സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ഗവർണറെ കാണും. മുഖ്യമന്ത്രി രാജിവെച്ചേക്കുമെന്നും അഭ്യൂഹമുണ്ട്. എന്നാൽ രാജിവെക്കരുതെന്നാണ് BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. MG മിഥുൻ വാർത്തയുടെ പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, രാവിലെ തന്നെ രാഹുൽ ഗാന്ധി അവിടേക്ക് എത്തിയിരുന്നു. ഹെലികോപ്റ്റർ മാർഗമാണ് എത്തിയത്. ക്യാമ്പുകളിൽ രാഹുൽ ഗാന്ധി എത്തി സമാധാനമാണ് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം എവിടെയാണുള്ളത്? അദ്ദേഹത്തിന്റെ സന്ദർശനം തുടരുകയാണ്. അശ്വതി, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹം ഇംഫാലിലാണ് ഇപ്പോൾ ഉള്ളത്. തിരികെ ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സന്ദർശനം ഈ റോഡ് മാർഗം തന്നെ നടത്താൻ, അതായത് ഈ ബിഷ്ണുപൂരിൽ അടക്കമുള്ള മേഖലകളിലേക്കായിരുന്നു, ഈ മെയ്തേയ് വിഭാഗത്തിന് കൂടുതൽ മേൽക്കുള്ള പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. പക്ഷേ ഇന്നും റോഡ് മാർഗം പോകാനുള്ള അനുമതി പോലീസ് നൽകുകയും ചെയ്തില്ല. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് ഈ മേഖലകൾ സന്ദർശിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചെയ്തത്. ശേഷം അദ്ദേഹം 1:30 ഗവർണറെ കാണുകയും ചെയ്തു. ഗവർണറെ കണ്ട ധരിപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സമാധാനം പുനഃസ്ഥാപിക്കണം, അതിനുവേണ്ടി എന്ത് സഹായം നൽകാനും തയ്യാറാണ്. ഒപ്പം തന്നെ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഭക്ഷണം, മരുന്നടക്കമുള്ള ലഭ്യത, അതിൻ്റെയൊക്കെ ലഭ്യത വളരെ കുറവാണ്. അതൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തു. അത്തരത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പൂർത്തിയാകുകയും ചെയ്തത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചേക്കുമെന്നുള്ള സൂചനകൾ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം ഗവർണറെ കാണുമെന്നുള്ള സൂചനയും നൽകിയിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ഗവർണറെ കാണുന്നതിന് തൊട്ടു മുൻപ് 1 മണിയോടുകൂടി മുഖ്യമന്ത്രി കാണുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ആ തീരുമാനം മാറി 3 മണിയോടുകൂടി അദ്ദേഹം അല്പസമയത്തിനകം ഗവർണറെ കാണുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ രാജിക്കത്തടക്കം, അതായത് രാജിക്കത്ത് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലെറ്റർ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തോട് രാജിവെക്കേണ്ടതില്ല എന്നുള്ള ആവശ്യം BJP സംസ്ഥാന ഘടകം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷ ശാരദാ ദേവി ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളെ കണ്ട് ഇക്കാര്യം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രതിനിധി സംഘത്തെ ഈ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി അയക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആകാം ഒരു പക്ഷേ അദ്ദേഹം ആദ്യം 1 മണിക്ക് കാണുമെന്ന്, ഗവർണറെ കാണുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കുന്ന ഒരു തരത്തിലേക്ക് പോയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു രാജ്യസൂചന നൽകുന്നുണ്ട് എങ്കിൽ പോലും തന്നെ നമുക്കറിയാം, നേരത്തെ ഈ മെയ് 3 തുടങ്ങിയ ഈ ഒരു കലാപമാണ്. അത് ഇത്രയും നാളായിട്ട് അത് കെട്ടടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത്
ഭാഗത്തുനിന്ന് വന്നില്ല എന്നുള്ള വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം MLA മാർ ഡൽഹിയിലെത്തി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ ഈ കുക്കി വിഭാഗത്തിലെ ഒരു വിഭാഗം MLA മാരും ഇതേ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ വിമർശനങ്ങൾ നിലനിൽക്കെ കൂടിയായിരുന്നു ഇന്ന് രാജിപ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയും ചെയ്ത് ഗവർണറെ കാണുമെന്നും അറിയിക്കുകയും ചെയ്തതായാലും നിലവിൽ ഗവർണറെ 3 മണിക്ക് ശേഷം കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ ഇത് സംബന്ധിച്ച വരും നിമിഷങ്ങളിൽ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിഥുൻ, ഈ മണിപ്പൂരിന്റെ രാഷ്ട്രീയ വശം ഇപ്പോൾ കണക്കിലെടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കോൺഗ്രസിന് നൽകുന്ന ഒരു പ്രതീക്ഷ, അത് വലിയ കലാപം നടക്കുന്ന കലാപാന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മേഖലയിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് എത്തുന്നു. അവിടെ രാഹുൽ ഗാന്ധിയെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പോലീസ് തടയുന്നു. റോഡ് മാർഗം അത്തരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല, അവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. അത് ഒരു നാടകമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പക്ഷേ എങ്കിലും ഹെലികോപ്റ്ററിലെത്തി രാഹുൽ ഗാന്ധി ക്യാമ്പിലെത്തി ആളുകളുമായി ഒക്കെ നേരിട്ട് സംവദിക്കുന്ന ഒരു സംഭവം. ഒപ്പം മറുവശത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി രാജിക്കൊരുങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഏത് രീതിയിലാണ് ആ രാഷ്ട്രീയത്തെ കാണേണ്ടത്? അശ്വതി, നമുക്കറിയാം, അതായത് ഏപ്രിൽ 23-നാണ് ആദ്യം ഇവിടെ ചില സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം മെയ് 3-ന് ഈ കലാപ അന്തരീക്ഷത്തിലേക്ക് മാറുകയായിരുന്നു. ഏകദേശം 2 മാസത്തിലോളം ആയി ഇവിടുത്തെ കലാപം ഇങ്ങനെ തുടരുകയും ചെയ്യുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന് അതിന് കൃത്യമായ ഇടപെടൽ നടത്താൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഈ കലാപം കെട്ടടങ്ങുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ 4 ദിവസത്തോളം ക്യാമ്പ് ചെയ്യുകയും ഈ ഇവിടുത്തെ നേതാക്കളുമൊക്കെ ഈ ചർച്ച നടത്തുകയും ഒപ്പം തന്നെ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് വീണ്ടും ഈ കലാപം ഇങ്ങനെ വർദ്ധിക്കുന്നതല്ലാതെ അതിനൊരു കെട്ടടങ്ങൽ അല്ലെങ്കിൽ ഒരു ശമനം ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസും ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷേ അന്ന് അത് അനുമതി നൽകുകയും ചെയ്തില്ല. അപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം BJP-ക്കെതിരെയും ഒപ്പം തന്നെ സംസ്ഥാന ഭരിക്കുന്ന BJP സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉയരുകയും ചെയ്തതാണ്. പിന്നീടാണ് രാഹുൽ ഗാന്ധിക്ക് മുമ്പ് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി സംഘം അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. അവർ ഈ മേഖലകൾ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തില്ല. പിന്നീടാണ് രാഹുൽ ഗാന്ധി ഈ മേഖലകൾ സന്ദർശിക്കാൻ, അതായത് ഈ കലാപബാധിത പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം സന്ദർശിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷേ ആ വേളയിൽ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം രാവിലെ അവിടെ നിന്ന് ഇംഫാലിൽ നിന്ന് ഈ ചുരാചന്ദ്പുരം എന്ന് പറയുന്ന കുക്കി വിഭാഗത്തിന് കൂടുതൽ മേൽക്കുള്ള പ്രദേശത്തേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തുമ്പോൾ ഏകദേശം 25 കിലോമീറ്റർ അടുത്തിരിക്കെ അവിടെ വെച്ച് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസ് പറഞ്ഞുവിടാനുള്ള, അതായത് തിരികെ ഈ യാത്ര പാടില്ല, അതായത് ആ മേഖലകളിൽ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ പോലും വലിയ അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗതത്തിൽ, അതായത് റോഡ് മാർഗം അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു പോലീസ് നൽകിയത്. അങ്ങനെ ഒരു വിശദീകരണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തു. പക്ഷേ ഈ മേഖലകളിൽ സന്ദർശിക്കുന്നതിന് വിലക്കില്ല, വ്യോമമാർഗം, ആകാശമാർഗം അദ്ദേഹത്തിന് അവിടേക്ക് പോകാമെന്നുള്ള മറുപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചതുകൂടിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ഒപ്പം തന്നെ സന്ദർശനം നടത്തുകയും ചെയ്തത്. ഇന്ന് ഗവർണറെ കണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മേഖലകളിൽ രാഹുൽ കടന്നു വരുന്ന മേഖലകളിൽ മെയ്തേ വിഭാഗത്തിലെ നിരവധി സ്ത്രീകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ണീർവാതകമടക്കം ഈ മേഖലയിലുള്ള പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നേരെയാണ് പ്രയോഗിച്ചത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തൊരു സാഹചര്യമാണ്. അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ ഒരു തരത്തിലേക്ക് അടുക്കുമ്പോൾ അത് കേന്ദ്ര നേതൃത്വത്തെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ബീരൻ സിംഗ് ഗവർണറെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരിൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ലെറ്ററും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിലേത് മതന്യൂനപക്ഷത്തിന്റെ മാത്രം പ്രശ്നമായി കാണുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. 2 വിഭാഗത്തിൽപ്പെട്ടവരും കൊല്ലപ്പെടുന്നു. മണിപ്പൂർ പ്രശ്നത്തിൽ ഇതിനകം സഭ പ്രതിഷേധം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി തന്നെ പോയിട്ടും കലാപം തീർന്നില്ല. സൈന്യത്തിന്റെ കൂടുതൽ സാന്നിധ്യം ഉറപ്പാക്കാൻ ആർജവം കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കലാപങ്ങൾ നിർത്തണമെന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഇത് വളരെ ഫലപ്രദമായി ഗവൺമെൻറ് ഇടപെടണം എന്നുള്ളത് ആവശ്യം പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി തന്നെ അവിടെ പോയിട്ടും ഈ കലാപത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിൽ മലങ്കര സഭയ്ക്ക് വളരെയധികം ആശങ്ക ഉളവാക്കുന്നു. ജി ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ DGPക്ക് നൽകിയ പരാതിക്ക് ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്ന് ബെന്നി ബെഹനാൻ MP. പോലീസ് മേധാവി ഭരണപരമായ മര്യാദ കാണിച്ചില്ല. ഇതിൽ MPക്ക് പരാതിപ്പെടാൻ പറ്റുന്ന ഇടങ്ങളിൽ പരാതിപ്പെടും. EDക്ക് കത്ത് നൽകും. നിയമപരമായി പോരാടുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. DGPക്ക് ഒരു പരാതി കൊടുത്തിട്ട് ഇപ്പൊ 4-5 ദിവസം കഴിഞ്ഞു.
ഞാൻ കൊടുത്തൊരു പരാതിക്ക് ഇന്ന് വരെ കേരള പോലീസിന്റെ മേധാവിയിൽ നിന്നും ഞാനൊരു മറുപടി എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു MP കൊടുത്ത ഒരു പരാതിക്ക് മറുപടി തരാൻ DGP വൈമനസ്യം കാണിച്ചതിൽ MP എന്ന നിലയിൽ എനിക്ക് പരാതിപ്പെടാവുന്ന ചില വേദികളുണ്ട്. അവിടെ ഞാൻ പരാതിപ്പെടും എന്ന് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല. ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് EDക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മണിപ്പൂരിലേത് മതപരമായ വിഷയമല്ലെന്ന് സഭാ നേതാക്കൾക്ക് അറിയാമെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. വംശീയ പ്രശ്നമാണ് മണിപ്പൂരിലേതെന്നും അദ്ദേഹം പറഞ്ഞു. They know it is not religious, it is ethnicity. But when the situation is not normal and has to be made normal, that should be the first priority. Today is the day when we all should stand by government, because Amit Shah, Home Minister, is monitoring, Prime Minister is monitoring, and Amit Shah went there for 3 days, had 4 days meeting. Every day he is reviewing Manipur, and therefore I think the first priority is to restore peace. ലേഡീസ് ബാൻഡ് തുടരും ഇടവേളയ്ക്ക് ശേഷം. കേരള സർവകലാശാലയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ കലാരത്ന പുരസ്കാരത്തിന് അർഹയായ നൈനിക മുരളിയാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. നൈനിക, ആദ്യം തന്നെ വലിയ സന്തോഷം, അഭിനന്ദനങ്ങൾ. ഏതൊക്കെ ഇനങ്ങളായിരുന്നു അവതരിപ്പിച്ചത്? എത്ര പോയിന്റ് കിട്ടി? മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അവിടുന്ന് തുടങ്ങാം. ഏതൊക്കെ മത്സര ഇനങ്ങളിലാണ് പങ്കെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, രംഗോലി. മുഴുവൻ പോയിന്റ് എത്രയായിരുന്നു നൈനിക? 35 പോയിന്റ്. 35. തൊട്ട് താഴെയുള്ള ആൾക്ക് എത്ര പോയിന്റ് ഉണ്ടായിരുന്നു? കൃത്യമായിട്ട് ഓർമ്മയില്ല. അറിയില്ല. നൈനിക, ഇത് ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ ഈ ഒരു കലാരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്? അതെ അല്ലെ. അപ്പൊ ആദ്യത്തെ ടൈറ്റിൽ വിന്നർ എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രത്യേകതയുണ്ട്. ചരിത്രമാണ്, ചരിത്രത്തിന്റെ ഭാഗമായി എന്ന് പറയാം. അതിലെത്രത്തോളം സന്തോഷമുണ്ട്? ഈ പുരസ്കാരത്തെ കുറിച്ച് പറയാം. എനിക്ക് ഏറ്റവും വളരെയധികം സന്തോഷമുണ്ട്. എങ്കിൽ പോലും ഞാൻ ഈ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എൻ്റെ കോളേജിൽ നിന്നിട്ടായിരിക്കാം. നൈനിക, ഒരു കുഴപ്പമില്ല, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ, ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് കാണാൻ പറ്റുന്ന സംസാരിക്കുമ്പോൾ ഒരു ചെറിയ തട്ടുതടവൊക്കെ വരുന്നുണ്ട്. നമുക്ക് സംസാരിച്ച് മാറ്റാം, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഒരു വലിയ കലാപ്രതിഭയല്ല എന്റെ മുമ്പിലിരിക്കുന്നത്, പറയൂ. ആദ്യ തവണ ആയതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ. യൂണിവേഴ്സിറ്റി കോളേജ് അല്ലേ? അതെ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നിട്ട്. കോളേജിലെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടാൻ സാധിച്ചത്. ആദ്യം തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിനോടും അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് മുൻപന്തിയിൽ എത്തിച്ച എൻ്റെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ എൻ്റെ അധ്യാപകരോടും മാത്രമാണ്. അതിൻ്റെ അത്ര സന്തോഷം എനിക്ക് ഇതിൻ്റെ അകത്തില്ല എന്ന് തോന്നുന്നു. ശരി, നൈനിക, സംസാരിക്കുമ്പോൾ ഒരു കൂട്ടുകാരിയോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചോളൂ. അപ്പൊ കുറച്ചുകൂടി ഒന്ന് കൂളാവും. എനിക്കൊന്ന് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. കോളേജിന്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കോളേജിൽ ഏറ്റവും സപ്പോർട്ട് എപ്പോഴും ഇങ്ങനെയുള്ളവരെ, പ്രത്യേകിച്ച് ട്രാൻസ് പേഴ്സണാലിറ്റീസിനെ അവരെ മാറ്റി നിർത്തുന്ന ഒരു പതിവ് നമുക്കിപ്പോഴും ഉണ്ട്. നമ്മളെപ്പോഴും മുന്നേറ്റം എന്നൊക്കെ പറയുമെങ്കിലും കുറെ എടുത്തെങ്കിലും ഒരു സൂക്ഷിച്ചു നോട്ടവും മാറ്റി നിർത്തലും ഒക്കെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഒരു കോളേജ് മുഴുവൻ എനിക്ക് സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരാൾ, ഒരു കലാരത്ന പുരസ്കാരത്തിന് അർഹയായ ഒരാൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ടിനെ കുറിച്ച് പറയൂ. കോളേജിൽ ചെന്ന് ചേർന്ന ശേഷം ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയും. എനിക്കത്ര വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. കോളേജിൽ ചെന്ന് ആദ്യ പടി ചവിട്ടുമ്പോൾ തന്നെ പടി ഇറങ്ങുന്ന വരെ എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ നേരിടേണ്ടി വന്നിരുന്നില്ല. എങ്കിൽ പോലും ഞാൻ ആദ്യമേ ഗസറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഗസറ്റ് ചേഞ്ച് ചെയ്യാതിരുന്ന സമയത്ത് അറ്റൻഡൻസ് രജിസ്റ്ററിൽ എൻ്റെ പഴയ പേരൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എനിക്ക് മാനസിക സംഘർഷങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും എൻ്റെ മാനസിക സംഘർഷം, എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എൻ്റെ ഫ്രണ്ട്സ് ആയാലോ അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും, ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രിൻസിപ്പൾ വരെ എനിക്കെതിരെ സപ്പോർട്ട് ചെയ്ത് അറ്റൻഡൻസ് രജിസ്റ്ററിൽ നിന്ന് പേര് മാറ്റി എൻ്റെ പുതിയ പേര് ആക്കി. അതൊക്കെ എനിക്ക് വലിയ നേട്ടം തന്നെയാണ് ഞാൻ പറയണത്. അവിടെ മുതൽ എനിക്ക് സന്തോഷം മാത്രമാണ്. ചേർത്ത് നിർത്തുവാണ് എന്നെ കൂടുതലായിട്ടും ചെയ്തിരുന്നത്.
കഴിഞ്ഞ തവണ തന്നെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ സമയമാകുമ്പോൾ എന്നെ മാക്സിമം ടീച്ചേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് പങ്കെടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി, ഞാൻ പങ്കെടുത്തില്ല. പക്ഷേ ഇപ്രാവശ്യം അതെന്താ മാനസിക ബുദ്ധിമുട്ടായിരുന്നോ നൈനിക? മാനസിക ബുദ്ധിമുട്ട് അങ്ങനെയല്ല, എന്നാലും എന്തോ എന്നെ ഒന്ന് പിടിച്ചു നിർത്തണ പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇത്തവണ മാറ്റിയത് കൂട്ടുകാരും ടീച്ചർമാരുമാണ്. അതെ, ഞാൻ ആദ്യം തന്നെ ഇത്തവണ ഞാൻ ടീച്ചറിനോട് ഞാൻ പറഞ്ഞത് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് മാക്സിമം ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. അവിടെ നിന്നിട്ട് ടീച്ചർ എന്നെ മോട്ടിവേറ്റ് ചെയ്താണ് എന്നെ ഈ ഒരു പുരസ്കാരത്തിലേക്ക് എത്തിച്ചത് തന്നെ. നൈനികയുടെ പേര് മാറ്റിയതും അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ഒക്കെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. പേരെന്തായിരുന്നു നേരത്തെ? അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരി, വേണ്ട വേണ്ട, ഒട്ടും പറയണ്ട. ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഒന്നും നിർബന്ധിക്കുന്നില്ല. കാരണം നമ്മൾ അത്രയും സന്തോഷത്തിലുള്ള ഒരു ദിവസത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് വിട്ടേക്കൂ. ഈ കലാപരമായിട്ടുള്ള ഇതിലേക്ക് എത്തിയത് ചെറുപ്പം മുതലേ ഇങ്ങനെ ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ചെറുപ്പം മുതൽ തന്നെ എൻ്റെ പേരൻസ് ഡാൻസിനായാലോ പാട്ടിനായാലോ എന്നെ വിടുമായിരുന്നു പഠിക്കാൻ വേണ്ടി. ഞാൻ ഒരു നൈനിക മുരളി അച്ഛനാണോ? അതെ, അച്ഛനാണ്. പഠിക്കാൻ വിടുവാണെങ്കിൽ പോലും ഞാനൊരു 5, 6, 7 ക്ലാസ് വരെയൊക്കെ ഞാൻ നൃത്തം അഭ്യസിച്ചിരുന്നു. ആ സമയത്ത് എൻ്റെ സ്ത്രൈണ സ്വഭാവം കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ തന്നെയാണ് അത് നിർത്തലാക്കിയത്. ഒരുപാട് സങ്കടമുണ്ട്. അപ്പൊ എത്രാം ക്ലാസ്സിൽ വെച്ചിട്ടാ നിർത്തിയത്? 7ാം ക്ലാസ്സിലൊക്കെയാണ് തോന്നുന്നു. പിന്നീട് പാട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ തന്നെ കൊണ്ടുപോയതാണ്. പക്ഷെ എനിക്കതിനോട് എന്തോ വലിയ താല്പര്യം തോന്നിയില്ല. ഡാൻസ് ആയിരുന്നു നമ്മുടെ മനസ്സിൽ. അതെ, അതിൻ്റെ ഒരു മാനസിക സംഘർഷമുണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പാട്ട് ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. കാരണം അങ്ങനെ ഒന്നുമില്ല, എനിക്ക് പഠിക്കണം, ഞാൻ പോകണില്ല എന്ന് പറഞ്ഞു. ശരി. പിന്നീട് ഞാൻ ഈ ഡാൻസിനോടായാലോ പാട്ടിനോടായാലോ ഞാൻ അങ്ങനെ പോയിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഈ കോളേജിന് വേണ്ടി ടീച്ചേഴ്സൊക്കെ നിർബന്ധിച്ചപ്പോൾ പോലും എൻ്റെ ഞാൻ പഠിച്ചതാവട്ടെ എല്ലാം ഞാൻ മറന്നു പോയെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും വർഷം ഞാൻ ഒരു ചുവട് പോലും വെക്കാത്തിരുന്ന ഞാൻ ഈ വേദിയിൽ ഞാൻ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇതാണ്. അതിനേക്ക് തന്നെ ഉണ്ടായത്. കോളേജിലെ MA പൊളിറ്റിക്കലിലെ പഠിക്കണ MA സുവോളജിയിൽ പഠിക്കണ നന്ദന എന്ന് പറയുന്ന ഒരു ചേച്ചിയായിരുന്നു എന്നെ കുച്ചിപ്പുടിയൊക്കെ പഠിപ്പിച്ചത്. പിന്നെ ലച്ചു എന്ന് പറയുന്നത് എന്നെ ഭരതനാട്യം പഠിപ്പിച്ചു. ആര്യ അങ്ങനെ നാടോടി നൃത്തം. പിന്നെ ആഭ എന്നെ പാട്ടിലൂടെ ശാസ്ത്രീയ സംഗീതം ലളിതഗാനമൊക്കെ കൊണ്ടുപോയി. പിന്നെ ഷെറീന ടീച്ചറുണ്ട്. ടീച്ചറിനോടാണ് എടുത്ത് പറയേണ്ടത്. ടീച്ചറാണ് എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ടീച്ചർ തന്നെയാണ്. അപ്പോൾ ടീച്ചറിൻ്റെയും കുറേ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വേദിയിൽ പങ്കെടുത്തതും എനിക്ക് ഒരു പുരസ്കാരം കിട്ടാൻ അർഹയായത്. ആകെ ആ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് പഠിച്ച ആ ഒരു കാര്യം മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പഠിക്കുന്നത്. അതെ, അത് അത്ഭുതമാണല്ലോ. അപ്പൊ കുറച്ച് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നായിരിക്കുമല്ലോ. ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു കാണുമല്ലോ. അതെ. എങ്ങനെയായിരുന്നു അപ്പൊ പഠനവും പ്രാക്ടീസും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു? അതിനും കൂട്ടുകാർ ഹെൽപ്പ് ചെയ്തോ? തീർച്ചയായിട്ടും എന്നെ കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്തു, എന്നെ ടീച്ചേഴ്സും ഹെൽപ്പ് ചെയ്തു. ഇന്റേണൽ എക്സാമിന്റെ ഒക്കെ കാര്യം വന്ന ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു പങ്കെടുക്കുന്ന കാരണം കൊണ്ട് ഇന്റേണൽ എക്സാം എഴുതണ്ട എന്ന് വരെ പറഞ്ഞു. എങ്കിൽ പോലും ഞാൻ എഴുതി. ബാക്കിയുള്ള കുട്ടികൾ എഴുതപ്പോൾ ഞാൻ മാത്രം മാറി നിൽക്കണ ശരിയല്ലല്ലോ എന്ന് കരുതി ഇന്റേണൽ എക്സാം തന്നെ ഞാൻ എല്ലാം ഞാൻ എഴുതി. അപ്പൊ അത്ര പേരെ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടായിരുന്നു. ഓക്കെ, നേരത്തെ ഞാൻ പേര് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഭൂതകാലത്തെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നൈനികയ്ക്ക്? ഇല്ല. ഇല്ല. അത് എപ്പോഴും ഈ ഒട്ടുമിക്ക ആളുകളും ഈ ഇതുപോലെയുള്ള ഞാൻ അങ്ങനെയാണ്, എൻ്റെ സ്വത്വം ഇതാണ് എന്ന് തിരിച്ചറിയുന്നവർ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നൈനികയും അനുഭവിച്ചിരുന്നു അല്ലേ? അതെ. അതേക്കുറിച്ച് പറയാമോ? ഓക്കെ, എനിക്ക് മറ്റുള്ളവരെ പോലെ എനിക്ക് പുറത്ത് നിന്ന്, അതായത് നാട്ടുകാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ എനിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നില്ല.
എനിക്ക് വീട്ടിൽ നിന്നിട്ട് തന്നെയായിരുന്നു പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നത്. ചെറുപ്പം മുതലുള്ള ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എൻ്റെ സ്ത്രൈണ സ്വഭാവം കാരണം ഡാൻസ് നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മുതലേ തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ സ്ത്രൈണ സ്വഭാവം തന്നെയായിരുന്നു വീട്ടിലെ പ്രശ്നങ്ങളും കൂടുതലും. അച്ഛനും അമ്മയ്ക്കും കുഴപ്പമില്ല എങ്കിൽ പോലും അമ്മയുടെ ബന്ധുക്കൾക്കും അവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ എപ്പോഴിരുന്ന് കളിയാക്കും. ആ സമയത്ത് എല്ലാവരും വിളിക്കണ പോലെ ദിലീപിൻ്റെ സിനിമ, ചാന്തുപൊട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെയും കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരോ ഫ്രണ്ട്സോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെയുള്ള വിളികളെല്ലാം കേട്ടിരുന്നത്. പിന്നീട് എൻ്റെ അനിയൻ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് അവനെ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. നിൻ്റെ ചേട്ടൻ എന്താണ് വെളിയിലോട്ട് ഇറങ്ങാത്തത്, പെൺകുട്ടികളെ പോലെ തന്നെയാണ് അകത്തിരിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ അവൻ തിരിച്ച് വീട്ടിൽ വരാൻ നേരത്ത് അവൻ എന്നോട് നേരെ തർക്കിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ ചെറിയ 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 പ്രശ്നങ്ങൾ മാത്രമേ നേരിടേണ്ടി വന്നിരുന്നുള്ളൂ. എങ്കിൽ പോലും അമ്മ കുറച്ച് സപ്പോർട്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ സ്വത്തം തുറന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അതൊരു +2 കഴിഞ്ഞിട്ടാണ് എന്ന് തോന്നുന്നു. പക്ഷെ നൈനികയ്ക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു അല്ലേ? നമുക്ക് അതിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം നൈനിക മുരളിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. ലേഡീസ് ബാൻഡ് തുടരുമ്പോൾ കേരള സർവകലാശാലയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി ഈ വർഷം ഏർപ്പെടുത്തിയ കലാരത്ന പുരസ്കാരത്തിന് അർഹയായ നൈനിക മുരളി നമുക്കൊപ്പം തുടരുന്നുണ്ട്. നൈനിക, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വീട്ടിലെ കാര്യമായിരുന്നു. +2 ഒക്കെ ആയപ്പോൾ അമ്മയോട് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് എൻ്റെ ചിന്തകൾ ഇങ്ങനെയാണ്, ഞാൻ ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അമ്മയുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും തുറന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷമില്ല എങ്കിൽ പോലും അമ്മയുടെ മനസ്സിൽ അതുണ്ടായി കാണാം. അമ്മ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അമ്മ പറഞ്ഞു, നിനക്കത് തോന്നുന്നതാണ്, നീ കുറേ കൂടെ വലുതാകുമ്പോൾ അത് മാറും. സ്വാഭാവികമായും എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറും, അങ്ങനെയൊക്കെ തന്നെ എന്നോടും പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ടും എനിക്കറിയാം ഇത് മാറില്ല, ഇങ്ങനെ തന്നെയാണ്, എൻ്റെ സ്വത്വം ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഞാൻ അമ്മയെ കണ്ടു ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. ഞാൻ പിന്നെ നൈനികയോളം അതറിയുന്ന വേറെ ആരും ഇല്ലല്ലോ അല്ലേ? അതെ, അമ്മയെ കൂടുതൽ ഞാൻ ഇന്നത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്ത് പേടിപ്പിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അങ്ങ് പോയി. പക്ഷേ എന്നാലും ഞാൻ തുറന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ITI +2 കഴിഞ്ഞ് ITI ആയിരുന്നു ഞാൻ പോയത്. അതിനുശേഷം ഞാൻ പോളിടെക്നിക് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ അച്ഛനോടൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായും. പറഞ്ഞു കാണാം. പക്ഷെ അച്ഛൻ പെരുമാറിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇല്ല, ചോദിച്ചിട്ടില്ല. ശരി, അറിയുമായിരിക്കാം. പിന്നീട് പോളിടെക്നിക് കഴിഞ്ഞില്ല. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുണ്ടായി. ഈ പോളിയിലൊക്കെ പഠിക്കാൻ പോകുമ്പോഴും ഈ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നോ? പോളിയിൽ പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നു. കുട്ടികൾ കളിയാക്കുമായിരുന്നു. ആദ്യം തന്നെ എനിക്ക് കുറച്ചൊരു ക്രൗഡ് വരാൻ നേരത്തെ എനിക്ക് സംസാരിക്കാൻ പേടിയായിരുന്നു. അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോഴേ ആളുകൾ പറയണത് നീ എന്താ ഇങ്ങനെ സംസാരിക്കണേ എന്ന ഒരു ടോക്ക് വരും. അപ്പം അത് കാരണം ഞാൻ കോളേജിലായാലോ സ്കൂളിലായാലോ അധികം സംസാരിക്കാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. പോളിടെക്നിക് പഠിക്കുന്ന സമയത്തും അവിടെയും അതുപോലെ തന്നെ ഞാൻ പോയി. പക്ഷേ എന്തുകൊണ്ടോ കുട്ടികൾ എല്ലാവരും വന്ന് ചോദിക്കുന്ന പോലെ തന്നെ എൻ്റെ അടുത്തും ഒരേന്ന് മിണ്ടിയും പറഞ്ഞു വന്നപ്പോൾ അവരിലും എൻ്റെ സ്വത്തം കണ്ടു എന്ന് തോന്നാം. അവരും പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ സംസാരിക്കണേ, ഇങ്ങനെ നടക്കണേ, എന്താണ് നിന്റെ ബിഹേവിയർ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളോട് ഞാൻ എൻ്റെ സ്വത്തം പറഞ്ഞു. അവരെന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളവരിൽ നിന്ന് കളിയാക്കലുകളോ അല്ലെങ്കിൽ അല്ലാത്ത കുറേ പ്രശ്നങ്ങളോ അതൊക്കെ നേരിടേണ്ടി വന്നിരുന്നില്ല. അന്നേ ഒരു എയിം ഉണ്ടായിരുന്നോ മനസ്സിൽ? പഠിക്കണം എന്നുള്ള ഒരു എയിം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അതായത് എന്ത് വെല്ലുവിളി ഉണ്ടായാലും ഞാൻ പഠിക്കും. അതെ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ഞങ്ങളുടെ ഈ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതും അല്ലേ? ആ ഒരു എയിം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എവിടേക്കോ തളർന്നു പോകേണ്ടിയിരുന്നു നൈനിക. അതെ, തളർന്നു പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം കുറേ ഫ്രണ്ട്സുകൾ
വിരലിൽ എണ്ണാവുന്ന കുറച്ച് ഫ്രണ്ട്സുകൾ മാത്രമായിരുന്നു. അവരൊക്കെ എന്നെ മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിക്കുകയുണ്ടായി. അത് കാരണം എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ്. അത് മുതലൊന്ന് പറയാമോ? പറയാം. വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അമ്മയും കൊണ്ട് കൗൺസിലിങ്ങിനൊക്കെ പോയായിരുന്നു. അത് ഞാൻ വിട്ടുപോയി പറയാൻ. അമ്മയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി? ആദ്യം ഞാൻ കൗൺസിലിംഗ് എനിക്ക് അറിയാം, എങ്കിൽ പോലും ലീഗലി പോകണമെന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു. അത് കാരണം ഞാൻ ആദ്യമേ കൗൺസിലിങ്ങിൽ ഞാൻ വിധേയയായി. അതിനുശേഷം അമ്മയെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയും കൊണ്ടുപോയി. അമ്മയും പിന്നെ എൻ്റെ ഒരു അങ്കിളുണ്ടായിരുന്നു, അവരെ രണ്ടുപേരും കൂടെയാണ് കൊണ്ടുപോയി. അച്ഛനെ കൊണ്ടുപോകാൻ എന്തുകൊണ്ടോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അമ്മയോട് ഞാൻ കള്ളമാണ് പറഞ്ഞത്, ഇങ്ങനെ ഇത് മാറാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത്. അല്ലാതെ പറഞ്ഞാൽ വരില്ല എന്നുള്ളൊരു വിശ്വാസം. ചെന്നു. ആദ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയൊക്കെ ഒരെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത്, ഞാൻ എൻ്റെ 2 വയസ്സ് മുതലേ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നറിയണത്. അമ്മ പറയുമ്പോഴാണ് ഞാൻ തന്നെ അറിയണത്. എൻ്റെ 2 വയസ്സ് മുതലൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്താ പാവാടയും ഫ്രോക്കും അതൊക്കെയായിരുന്നു. എന്നെ കടയിൽ കൊണ്ടുപോകുമ്പോൾ അതെ, കടയിൽ കൊണ്ടുപോകുമ്പോൾ ഷർട്ടും പാൻറ്റിലോട്ടല്ല, പക്ഷെ ഫ്രോക്കിലോട്ടൊക്കെ ആയിരുന്നു കണ്ണു പോകണത് എന്ന് അമ്മ അവിടെ പറയുകയുണ്ടായി. അതും 2 വയസ്സൊക്കെ ആണെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. പിന്നീട് തിരിച്ചു പോകാൻ നേരത്തെ അമ്മ എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. ആ ഒരു രീതിയിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ അനിയൻ വന്നിട്ട് പ്രശ്നമുണ്ടാക്കി. അപ്പം അമ്മയ്ക്ക് പേടിയായി തുടങ്ങി കാണാം. അതിനുശേഷം അമ്മ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ നടക്കരുത്, ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ കിടക്കരുത്, ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കരുത്, അനിയൻ്റെ കൂടെ പുറത്ത് പോയി കളിക്കണം, പുറത്ത് പോകണം, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തൊക്കെ പോകുമ്പോൾ സ്വാഭാവികം മാറും, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ പ്രശ്നങ്ങളായി. അതെ, അങ്ങനെ കുറെ പ്രശ്നങ്ങളായി വന്ന് പിന്നീട് അമ്മ തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ബന്ധുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മയും അനിയനും പിന്നെ പറഞ്ഞു, ബന്ധുക്കൾ അന്വേഷിക്കുന്നുണ്ട്, കുടുംബ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും എനിക്കൊരു പേടിയുണ്ടായി. കാരണം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എങ്ങനെ എന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അവിടെ ഒരു വിചാരണ ഉണ്ടാവാം. അതെ, അതൊക്കെ പേടിച്ചു നൈനിക? അതെ, നല്ല രീതിയിൽ ഞാൻ പേടിച്ചു. ആ പേടി കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചത്. അന്ന് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു ഒരു ലൈറ്റ് ഉണ്ടാവുമല്ലോ നമ്മളെങ്ങനെ മുന്നോട്ട് നടത്തുന്നത്, അതെന്തായിരുന്നു? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആളുകളുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ വഴിയാണ് അറിഞ്ഞത് എറണാകുളം മുദ്ര ഷെൽട്ടർ ഹോം ഉണ്ട് എന്നറിഞ്ഞു, ഗവൺമെന്റിന്റെ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ സേഫാണ്, ഒരു തരത്തിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ല. അപ്പം ആ ഷെൽട്ടർ ഹോമിലേക്ക് നേരെ പോകാം എന്ന് കരുതി. അപ്പോൾ പിന്നീടാണ് അഡ്മിഷൻ്റെ ടൈമാണ് വരുന്നത്. അപ്പം അവിടെ നിന്ന് തന്നെ മഹാരാജാസ് കോളേജിൽ അഡ്മിഷനും കൊടുക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം അവിടെ ഹോസ്റ്റലും ഉണ്ട്, അപ്പം ഹോസ്റ്റലിൽ നിൽക്കാം, അപ്പോൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകില്ല. അതും പ്രതീക്ഷിച്ചാണ് ഞാൻ നിന്നത്. അങ്ങനെയാണ് ഞാൻ പോയതും. മുദ്ര ഷെൽട്ടർ ഹോമിൽ അവിടെ ചെന്ന് വീട്ടിൽ പറഞ്ഞില്ലല്ലോ അമ്മയോടൊന്നും? ഇല്ല, ഞാൻ കൊല്ലം വരെ പോയിട്ട് വരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെന്ന് നൈനികയ്ക്ക് അറിയാം, വീട്ടിലുള്ളവർക്ക് അറിയില്ല. അപ്പം പൂർണ്ണമായിട്ട് ഞാൻ ഇനി തിരിച്ചില്ല എന്നുള്ള രീതിക്ക് അങ്ങനെ തന്നെയായിരുന്നോ മനസ്സിൽ നിന്ന് ഇറങ്ങുന്നത്? അങ്ങനെയല്ല, അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ വിളിക്കും, വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് അതായത് ഞാൻ എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഞാൻ മടങ്ങി വരും അല്ലെ? അതെ, അങ്ങനെയായിരുന്നു പോയത്. ശരി, എന്നിട്ട് ഞാനിത് ചോദിക്കുന്നത് നൈനിക, ഞാൻ ഓരോന്നും ചോദിക്കുന്നത് നൈനികയെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകാം, അവരുടെ രക്ഷകർത്താക്കൾ ഇത് കാണുന്നുണ്ടാകാം. നൈനികയെ എത്തി നിൽക്കുന്ന ഒരു ഇപ്പോൾ ഈ അർഹത അല്ലെങ്കിൽ ഈ പുരസ്കാരം എന്ന് പറയുന്നത് വളരെ ചെറിയ പുരസ്കാരമല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നൈനികയുടെ ഓരോ സ്റ്റെപ്പും അത് അവരറിയണം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുശേഷം പറഞ്ഞോളൂ. ഞാൻ നേരെ കൊല്ലം പോകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് കുറച്ചും കൂടി ധൈര്യം തന്നത് വേണമെന്നുണ്ടെങ്കിൽ പറയാം,
വേറൊരു കുട്ടിയുമായി ഞാൻ പരിചയപ്പെട്ടു. ഇതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ആ കുട്ടിയും ഞാൻ ഞാൻ വിചാരിച്ചിരുന്ന ആ ദിവസം തന്നെ വീട് വിട്ട് ഇറങ്ങാമെന്ന് ആ കുട്ടിയും തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ട്രെയിനിലൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ എറണാകുളം വരെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. അപ്പം ആ കുട്ടിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊരു ധൈര്യം വന്നു, കുറേ കൂടി ഒരു ധൈര്യം വന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പോയത്. അത് തിരുവനന്തപുരത്ത് നിന്നിട്ടായിരുന്നു. അപ്പം ആ കുട്ടി തിരുവനന്തപുരം വന്ന് കൊല്ലം വന്നപ്പോൾ ഞാൻ അതേ ട്രെയിനിൽ കൊല്ലത്ത് നിന്ന് കയറി. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് മുദ്ര ഷെൽട്ടർ ഹോമിൽ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പറയണത്, ഞാൻ ഇന്നടുത്ത സ്ഥലത്തുണ്ട്, ഞാൻ എൻ്റെ സ്വത്തം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഞാൻ ഇന്നതിന് വേണ്ടി ഞാൻ ഇവിടെ വന്നു എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. എൻ്റെ ഫോണിൽ കിടന്ന് കുറേ വിളിക്കണ്, തെറി പറയണ്, ബന്ധുക്കളെല്ലാം വിളിച്ചിട്ട് എന്നെ തെറിയാണ് പറയണത്. എനിക്ക് തോന്നുന്നു ഇത് അവർക്കൊരു മാനക്കേട് എന്നുള്ള രീതിയിലായിരിക്കുമല്ലേ അവിടെ ചർച്ച. അതെ. പിന്നീട് നാട്ടുകാരും പറഞ്ഞു എന്ന് തോന്നുന്നു. പിന്നീട് ആ ഷെൽട്ടർ ഹോം നടത്തുന്ന അവിടുത്തെ മേലധികാരികളെയൊക്കെ ഫോണിൽ വിളിച്ച് എൻ്റെ വീട്ടുകാർ കുറെ തെറിവാക്കുകൾ അവരെയും ഭീഷണിപ്പെടുത്തുന്നു, തെറിവാക്കുകൾ പറയുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ അവര് അന്ന് തന്നെ വരുമെന്ന് പറഞ്ഞു, കൂട്ടിക്കൊണ്ടുപോകാൻ. അതെ, കൂട്ടിക്കൊണ്ടുപോകാൻ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് കുറെ കുട്ടികളുടെ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പങ്കുവെക്കുകയുണ്ടായി. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നോ? അതെ, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നിട്ട് ഇതുപോലെ വീട്ടിൽ അംഗീകരിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി നേരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കുറെ കുട്ടികളെ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടു. അപ്പം മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് ഷോക്ക് അടിപ്പിച്ചു. പിന്നീട് ഹോസ്പിറ്റൽ അധികാരികൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഷെൽട്ടർ ഹോമിൽ വിളിച്ച് പറഞ്ഞു, അങ്ങനെ ഷെൽട്ടർ ഹോമിൽ നിന്ന് ആൾക്കാർ വന്ന് ആ കുട്ടികളെ കൊണ്ടുപോയി എന്നൊക്കെ ഞാൻ അറിഞ്ഞപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് പേടിയുണ്ടായി. അപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നാമതേ എൻ്റെ വീട്ടുകാരുടെ അവസ്ഥ എനിക്ക് ഇപ്പം ആ സമയത്ത് എനിക്ക് അറിയാമായിരുന്നു. അത് കാരണം ഞാൻ പോയിരുന്നില്ല. വീട്ടിൽ നിന്ന് വന്നു. അനിയനും അച്ഛനും ഒക്കെ ആയിരുന്നു വന്നത്. വന്നിട്ട് അന്ന് തന്നെ വന്നു അവര്. അന്ന് വന്നില്ല. കാരണം അന്ന് ഞാൻ രാത്രിയിൽ ഒരു വൈകിട്ട് അവിടെ എത്തിയപ്പോഴാണ് അവിടെ എത്തിയത്. അതിനുശേഷം വിളിച്ചു പറഞ്ഞിട്ടപ്പം അവര് ഇന്ന് തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പം നാളെ വരുമെന്ന് പറഞ്ഞു. നാളെ വരുമെന്ന് പറഞ്ഞപ്പോൾ നാളെ ഒരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആവുമ്പോൾ അവിടെ ഓപ്പൺ അല്ല, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവര് അന്ന് രാത്രി തന്നെ വന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. വീട്ടിൽ നിന്ന് വന്നു, തിങ്കളാഴ്ച എന്നെ കണ്ടിട്ട് കുറെ കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായി. കരയുമ്പോൾ പോലും അനിയൻ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ചൊക്കെ കരഞ്ഞു. എന്നിട്ട് വീട്ടിൽ നിന്ന് അമ്മ ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. പക്ഷെ പോകുന്നില്ല എന്ന് കരുതിയിരുന്നത് പല ആൾക്കാർ വിളിക്കുമ്പം പലതാണ് പറയണത് എൻ്റെ അടുത്ത്. അതൊരു ഡ്രാമയാന്ന് തോന്നി. അതെ, അമ്മ ഹോസ്പിറ്റലിലാണെന്ന് ഒരാൾ പറയണ്, അമ്മ ഐസിയുലാണെന്ന് മറ്റൊരാൾ പറയണ്, പിന്നെ ഒരാൾ പറയാം അമ്മ വീട്ടിൽ കുഴഞ്ഞു കിടക്കുവാണെന്ന് പറയുന്നു. എങ്ങനെയെങ്കിലും നൈനികയെ കൊണ്ടുപോകണം. അതെ. പിന്നെ അതിൻ്റെ ഇടയിലൂടെ എൻ്റെ അച്ഛമ്മ മരിച്ചുപോയി എന്ന് വരെ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര അത് ഷോക്കായിപ്പോയി എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാം നിന്നപ്പോൾ പിന്നെ എൻ്റെ അനിയത്തി വിളിക്കുമായിരുന്നു. അപ്പോൾ അനിയത്തിയുടെ അടുത്ത് ഇതിനു മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ അനിയത്തി ഒന്നും പറയണമൊന്നുമില്ല, കൂളായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കണ്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അനിയൻ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവള് കോള് കട്ട് ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഡ്രാമയാണ്. അതെ. അങ്ങനെ പോയില്ല അവരുടെ ഒപ്പം. ഇല്ല. പിന്നീട് അവിടുത്തെ ഒരു മെമ്പർ എന്നെ വിളിച്ചു. മെമ്പർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛമ്മ മരിച്ചുപോയി, നീ വന്നാൽ മാത്രമേ ചടങ്ങ് നടത്തൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരമാണ് എനിക്കത് കള്ളമാണെന്ന് തോന്നിയത്. കാരണം ഞാൻ വന്നാൽ മാത്രമേ ചടങ്ങ് നടത്തൂ എന്ന് പറയുന്നതിൽ ഒരു കള്ളത്തരമുണ്ട്. കാരണം എൻ്റെ അനിയനുണ്ട്, പിന്നെ എൻ്റെ ഒരു ചേട്ടനുണ്ട്, അപ്പൊ അവരെ കൊണ്ടൊക്കെ നടത്താം. ഞാൻ വന്നാൽ മാത്രമേ എന്ന് പറയപ്പോ അത് കള്ളമാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. മെമ്പർ ഓവറാക്കിയല്ലേ?
ആ അതെ. എന്നിട്ടോ? അങ്ങനെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പിന്നീട് പിറ്റേ ദിവസം അനിയനൊക്കെ വന്നപ്പം കെട്ടിപ്പിടിച്ച് കുറെ കരച്ചില് ബഹളങ്ങളൊക്കെ ആയി. കരയുന്നുണ്ടെങ്കിൽ പോലും അവന്റെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കള്ളമാണെന്ന്. പിന്നീട് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞാൻ കസിനെ നോക്കുമ്പം കസിന്റെ മുഖം മൊത്തവും ദേഷ്യത്തിൽ നിൽക്കണതാണ്. അതായത് എങ്ങനെയെങ്കിലും കൊണ്ടുപോയിട്ടല്ലേ വാന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അച്ഛനൊന്നും മിണ്ടണില്ല. അച്ഛനൊരു മൂലയ്ക്ക് ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പം കസിൻ്റെ പെരുമാറ്റവും പിന്നെ അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ എന്താ പറയുക, ഇപ്പം ഞാൻ ആക്ട് എന്ന് വേണമെങ്കിൽ പറയും. കാരണം കരയുന്നുണ്ട് എങ്കിൽ പോലും കണ്ണീര് വരണില്ല. അങ്ങനെ മൊത്തത്തിൽ ഡ്രാമയാണെന്ന് കണ്ട് നൈനിക പോയില്ല? ഇല്ല, ഞാൻ പോയില്ല. അതിനുശേഷം എന്താണ് നടന്നത്? കോടതിയിലേക്ക് പോയി. അതിനുശേഷം അവര് മാൻ മിസ്സിംഗ് കേസ് കൊടുത്തു. ഞാൻ നേരെ കോടതിയിൽ പോയി. എനിക്കറിയാമായിരുന്നു ഷെൽട്ടർ ഹോമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മാൻ മിസ്സിംഗ് കേസ് കൊടുക്കുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെൽട്ടർ ഹോമിൽ പോകുമ്പോൾ എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം മാൻ മിസ്സിംഗ് കേസായിട്ട് വന്നു. എന്നെ കോടതിയിൽ ഹാജരാക്കാൻ ചെന്നു. ഞാൻ നേരെ കോടതിയിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നെ ആക്രമിക്കാൻ വരെ വന്നു, അതും പോലീസിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ച്. പക്ഷേ ഞാൻ അവിടെ നിന്ന് കുറച്ച് ബോൾഡായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കാരണം അവരെന്നെ ഒന്നും ചെയ്തില്ല. പിന്നീട് കോടതിയിൽ എന്താ പറഞ്ഞത് നൈനിക? കോടതിയിൽ ഞാൻ പറഞ്ഞു എൻ്റെ സ്വത്വം ഇതാണ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ കൗൺസിലിങ്ങിനൊക്കെ പോയി എന്ന്. അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഒക്കെ അത് എഴുതി തന്നതെല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ആദ്യമേ തന്നെ ഞാൻ പോയിരുന്നത്. അപ്പൊ അതൊക്കെ സ്ട്രോങ് എവിഡൻസസ് ആയി. അതെ. അപ്പം ഞാൻ കോടതിയിൽ ഞാൻ പറഞ്ഞു. പിന്നീട് 18 വയസ്സ് കഴിഞ്ഞ കാരണം കൊണ്ട് എൻ്റെ തീരുമാനം ആണ് എന്ന് പറഞ്ഞു. പിന്നെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കാൻ കുറെ ശ്രമിച്ചു. അപ്പം വീട്ടുകാരും ഒന്നും പറയണില്ല. സമ്മതമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ വീട്ടിലേക്ക് വരാം, പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി അതെ ജീവിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഇവിടെ എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അതിന് വീട്ടുകാരെ സമ്മതമല്ല. എന്നെ വീട്ടിൽ കൊണ്ടുപോകാം, നിന്റെ ഇഷ്ടം പോലെ നിൽക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതി തരില്ല. അപ്പം അതും കള്ളമാണെന്ന് തോന്നി. അപ്പം ഞാൻ പിന്നെ വരുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞു. പിന്നീട് ഞാൻ മഹാരാജ സ്വപ്നം എവിടെ പോയി ഇത് കഴിഞ്ഞിട്ട്? മഹാരാജ സ്വപ്നം പിന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത്. കാരണം അവിടെ നിന്ന് ഞാൻ സന്ധ്യ സമയമായി അപ്പത്തേക്ക് തിരിച്ച് ഞാൻ എറണാകുളം പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ആ ഒരു പേടി കാരണം കൊണ്ട് ഞാൻ വീണ്ടും കമ്മ്യൂണിറ്റിയിലുള്ളവരെ വിളിച്ചപ്പോൾ അന്നേരമാണ് ഞാൻ അറിയുന്നത് ട്രിവാൻഡ്രത്ത് ഇതുപോലത്തെ ഒരു ഷെൽട്ടർ ഹോം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നേരെ ഞാൻ ട്രിവാൻഡ്രത്തേക്കാണ് പോയത്. അപ്പം ട്രിവാൻഡ്രത്തെ കൂട് എന്ന് പറയുന്ന ഒരു ഷെൽട്ടർ ഹോം. അപ്പം അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പിന്നീട് ഞാൻ അവിടെ ആയിരുന്നു 3 മാസത്തോളം അവിടെ നിന്നു. പിന്നീട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഞാൻ കൊടുത്തു. അങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലെത്തി. നമ്മൾ ഇങ്ങനെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രൊസീജിയർ എന്താണ്? ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. ഓക്കെ, എൻ്റെ ആധാർ കാർഡ് ചോദിച്ചു. പിന്നീട് എൻ്റെ SSLC ചോദിച്ചു. അപ്പൊ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കയ്യിൽ വെച്ചേക്കണം. അതെ. അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ പ്രശ്നമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവര് സ്വീകരിക്കും, അവിടെ ഒരു ഇടം കൊടുക്കും. ശരി, അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലെത്തി. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു കലാരത്നയായി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നൈനികയ്ക്ക് ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കുറിച്ച് കൂടി പറയൂ. അദ്ദേഹം വലിയ പിന്തുണയല്ലേ തരുന്നത്? അതെ അതെ പറയൂ. അത് അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടാലോ? അയ്യോ, ഒരു പാട്ട് പാടും. ഇത്ര ഞാൻ ചോദിച്ച് നമ്മൾ സംസാരിച്ച് ഇത്രയും നല്ലതായിട്ട് ഇപ്പൊ നല്ല കൂട്ടായില്ലേ, ഒരു പാട്ട് പാടും പ്ലീസ്. 4 വരി മതി. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് മുമ്പ് ഒരു പാട്ട്. അല്ല, എനിക്ക് പാടു പ്ലീസ്, ഇഷ്ടമുള്ളൊരു പാട്ട്. ഞാൻ അവിടെ പാടിയ ഒരു പാട്ട് പാടാം. തീർച്ചയായിട്ടും. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് സാരല്ല, പാടിക്കോളൂ. അഷ്ടമി രോഹിണി നാളിലൻ
മനസ്സൊരു മുക്തവൃന്ദാവനമായി മാറിയെങ്കിൽ ഗോപികാരമണൻ്റെ കാലടി പൂവിരിയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഗോപികയായി ഞാൻ പിറന്നെങ്കിൽ. ഓക്കെ, ആ ഓക്കെ. ഗോപികയായി. അപ്പൊ ഇനി കൃഷ്ണനെ കുറിച്ച് പറയൂ. ഞാൻ കൂടെ ഷെൽട്ടർ ഹോമിൽ നിന്ന് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഏട്ടൻ സാമൂഹ്യനീതി വകുപ്പിൽ വർക്ക് ചെയ്യണതാണ്, TG സെല്ലിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് ആയിട്ട്. അങ്ങനെയാണ് ഞാൻ ഏട്ടനുമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് പറയൂ. കൃഷ്ണവർദ്ധൻ. ഓക്കെ. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. പരിചയം, സൗഹൃദം, പിന്നീട് ഞങ്ങളിൽ പ്രണയമായി. പിന്നീട് ആ ഷെൽട്ടർ ഹോം പൂട്ടാൻ ഒരു സാഹചര്യം വന്ന സമയത്ത് എനിക്ക് വേറൊരു ഇടമില്ല നിൽക്കാൻ. ആ ഒരു അവസ്ഥയിൽ ഏട്ടൻ എന്നെ ഏട്ടൻ്റെ കൂടെ ചേർക്കുകയായിരുന്നു, ഒപ്പം കൊണ്ടുപോകുകയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഞാനിപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? അതെ. നൈനിക, സർജറി ഒക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞോ? സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞു. ശരി, എന്തായാലും വലിയ സന്തോഷം, ഒരുപാട് അഭിമാനം. ഇനിയും ഒരുപാട് കലാരംഗത്ത് സജീവമാകാൻ സാധിക്കട്ടെ. എന്തെങ്കിലും പറയാമെന്നോ? പറഞ്ഞോളൂ. അല്ല, ഞാൻ ഹസ്ബൻഡിനെ കുറിച്ച് തന്നെയാണ് പറയാൻ വന്നത്. കാരണം അഡ്മിഷൻ്റെ കാര്യത്തിലായാലോ, അഡ്മിഷൻ്റെ കാര്യത്തിലും എൻ്റെ സർജറിയുടെ കാര്യത്തിലും എൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പോൾ അത് പറയാതിരിക്കുന്നത് ശരിയല്ല. അയ്യോ, തീർച്ചയായിട്ടും. നൈനിക ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ആൾ കൂടിയാണ് കൃഷ്ണൻ. എന്തായാലും അദ്ദേഹത്തിനും വളരെ നന്ദി. നൈനിക ഇനിയും ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ പഠിത്തം തുടരുക. കലാപരമായിട്ടുള്ള നൃത്തമാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ പഠിക്കുക. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വലിയ നന്ദിയും. താങ്ക് യു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5385 രൂപ, പവന് 43,080 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3272 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ലേഡീസ് ബാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.